എഴുതി കഴിഞ്ഞ് ഇതിന്റെ തുടക്കം ഉണ്ടാവുന്നത് നമ്മൾ ഈ പിച്ച് ചെയ്യാൻ പോകുമല്ലോ, കഥ ചെയ്യാൻ. അപ്പോൾ ഒരു ഇടയ്ക്ക് ബേസിലിന്റെ അടുത്ത് ചെന്നു. അപ്പൊ ബേസിൽ കഥ മുഴുവൻ കേട്ടു. അപ്പൊ ബേസിലിന് കഥയൊക്കെ ഇഷ്ടമായി. എന്നിട്ട് പുള്ളി വളരെ സിമ്പിൾ ആയിട്ട് വന്നിട്ട് ചോദിച്ചു, ഇത് ചേട്ടൻ അങ്ങനെ ചെയ്താൽ പോരെ ചോദിച്ചു. അപ്പൊ എന്റെ അവസ്ഥ എന്ന് വെച്ചാൽ ഞാൻ ബേസിലിന് ഓർമ്മയുണ്ടോ എനിക്കറിയില്ല, പക്ഷെ ഞാൻ വന്നത് ബേസിലിനെ കൊണ്ട് ചെയ്യിക്കാനുള്ളത്. അപ്പൊ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോ പിന്നെ സൂര്യചേട്ടൻ കുറച്ചു നേരം മിണ്ടുന്നില്ല. ഇതൊക്കെ കഴിഞ്ഞ് കുറച്ച് കാലഘട്ടം കഴിഞ്ഞപ്പോഴാണ് സൂര്യചേട്ടൻ പറഞ്ഞത്, ഞാനിത് പലവട്ടം നിന്നോട് പറയണമെന്ന് കരുതിയത്, നിനക്കിതങ്ങനെ ചെയ്താൽ പോരെ. അപ്പൊ ഞാൻ ഒക്കെ അല്ല പല ഇതിന്, കാരണം ഞാൻ ഒരിക്കലും അഭിനേതാവണമെന്ന് കരുതി വന്നൊരാളല്ല. പക്ഷെ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ കഥാപാത്രത്തെ എനിക്ക് നന്നായിട്ട് അറിയാം. ഒരു പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ എഴുതുമ്പോഴും പറയുമ്പോഴൊക്കെ തോന്നും എനിക്കറിയുന്ന ആളല്ലല്ലോ, ചിലപ്പോൾ ഇത് ഇത്തിരി മാറിയല്ലോ എന്ന് തോന്നും. ഇതെനിക്ക് അറിയുന്ന ആളാണ്. ഇതിനെ ഏറ്റവും നന്നായിട്ട് അവതരിപ്പിക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ചാലഞ്ചുമാണ്. അപ്പോൾ അത് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ആശങ്കയാണ് എനിക്ക് ഉണ്ടായിരുന്നത്. സൂര്യചേട്ടൻ അതിന് ഒരുപാട് കോൺഫിഡൻസ്. ഈവൻ എനിക്ക് ഓർമ്മയുണ്ട്, ചില പ്രൊഡക്ഷൻ ഡിസ്കഷനിൽ വരുമ്പോൾ അവർ ചോദിക്കുമല്ലോ, നമുക്ക് വേറെ ഇല്ലല്ലോ ഇത് ആനന്ദാണെങ്കിൽ ആ രീതി ചിന്തിച്ചാൽ മതി, അങ്ങനെ ഞങ്ങൾ ചെയ്യുന്നുള്ളൂ. അത് ഞാൻ പറയുന്നത് എൻ്റെ ഭാഗ്യം എന്ന് പറയുന്നത് എൻ്റെ ചുറ്റുമുള്ള ഇവരൊക്കെ തന്നെയാണ്. അത് എപ്പോഴും കിട്ടില്ല. അത് വലിയൊരു ഭാഗ്യമാണ്. അവരെന്നെ ഒരു തരത്തിലുള്ള കയ്യിൽ വെച്ചിരിക്കുന്നതുകൊണ്ടാണ് എനിക്ക് അഭിനയിക്കാനും ഈ മ്യൂസിക് ചെയ്യാനും ഒക്കെ പറ്റുന്നത്.